ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ. നമസ്തേ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ, ലോക്സഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ വണങ്ങിക്കൊണ്ടാണ് സുരേഷ് ഗോപി തുടക്കം കുറിച്ചത്. മലയാളത്തിൽ സത്യവാചകം ചൊല്ലുന്നതിന് മുൻപായിരുന്നു നേർത്ത ശബ്ദത്തിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. ഇന്നലെ ഉച്ചയ്ക്ക് 12:20 തൃശൂരിന്റെ MP ആയ സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ. കേരളത്തിൽ നിന്നുള്ള BJPയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ലോക്സഭാ അംഗമായ അദ്ദേഹത്തെ നിറഞ്ഞ കയ്യടികളോടെയാണ് സ്വീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ക്യാബിനറ്റ് മന്ത്രിമാർക്കും പിന്നാലെയാണ് കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രോട്ടേം സ്പീക്കർ ഭർതൃഹരി മെഹ്താബിന് മുമ്പാകെയായിരുന്നു സത്യപ്രതിജ്ഞ. നല്ല കസവും മുണ്ടും ഷർട്ടും ധരിച്ചാണ് സുരേഷ് ഗോപി എത്തിയത്. പീഠത്തിൽ മൈക്കിനു മുന്നിലെത്തി സത്യവാചകം ചൊല്ലുന്നതിന് മുൻപായി വളരെ നേർത്ത ശബ്ദത്തിൽ കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. തുടർന്ന് മലയാളത്തിൽ സത്യവാചകം ചൊല്ലി. ദൈവത്തിന്റെ പേരിൽ, ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും വണങ്ങി സ്പീക്കറുടെ അടുത്തെത്തി ഹസ്തദാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിതിൻ ഗഡ്കരി, JP നഡ്ഡ എന്നിവർ ഉൾപ്പെടെയുള്ളവരെ കൈകൂപ്പി വണങ്ങിയ ശേഷം MP-മാരുടെ രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ച ശേഷമായിരുന്നു ഒപ്പിട്ടത്. തുടർന്ന് അദ്ദേഹം ഇരിപ്പിടത്തിലേക്ക് മടങ്ങി. കേരളത്തിൽ നിന്ന് ലോക്സഭാ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള 18 MP-മാരുടെ സത്യപ്രതിജ്ഞയാണ് ഇന്നലെ പൂർത്തിയായത്. കേന്ദ്ര സഹമന്ത്രി ആയതിനാൽ ഉച്ചയ്ക്കായിരുന്നു സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ. മറ്റ് MP-മാർ വൈകിട്ട് 5 മണിയോടെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും വിജയിച്ച ഏക BJP അംഗമാണ് സുരേഷ് ഗോപി. BJPയുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യ ലോക്സഭാ അംഗം. 3ാം മോദി സർക്കാരിൽ ടൂറിസം, പെട്രോളിയം വകുപ്പുകളുടെ സഹമന്ത്രിയാണ് അദ്ദേഹം. ഈ വകുപ്പുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമെന്ന് വ്യക്തം.